സുഹൃത്തുക്കളെ, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള അന്വേഷണം സംബന്ധിച്ച് അന്വേഷണ ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ ഹർജി തള്ളിക്കൊണ്ട് നാഗപ്രസന്ന എന്ന് പറഞ്ഞ ന്യായാധിപൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവ് ഫെബ്രുവരി 16-ാം തീയതി ആ ഉത്തരവ് പുറത്തു വരികയുണ്ടായി. ആ ഉത്തരവ് പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൻ്റെ നാൾവഴികൾ ഒന്ന് പരിശോധിക്കാനും ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അന്വേഷണത്തിൻ്റെ നാൾവഴികൾ എന്താണെന്ന് പറയാൻ കാരണം ഈ നാഗപ്രസന്ന എന്ന് പറഞ്ഞ കർണാടക ഹൈക്കോടതിയിലെ ന്യായാധിപൻ പുറപ്പെടുവിച്ച ഈ വിധിന്യായത്തിൽ അവർക്കെതിരായിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരാത്ത ഒരുപാട് വിവരങ്ങളും രേഖകളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവരുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഈ വിധിന്യായത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വിശദമായി അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ വിധിന്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി എന്താണ് വീണയുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത് എന്ന് ഇതുവരെ ഈ വിഷയം വളരെ ആഴത്തിൽ നിരീക്ഷിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ചില നിരീക്ഷണങ്ങൾ നടത്തുകയും കൂടി ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. അതിലൊന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് 2013 കമ്പനീസ് ആക്ടിലെ 210 പ്രകാരമാണ് അന്വേഷണം ആരംഭിച്ചത് എന്നുള്ളത് കൊണ്ട് ആ അന്വേഷണം തുടരുന്നതിനിടയിൽ SFIOയിലെ 212 എന്ന വകുപ്പ് പ്രകാരം അന്വേഷിക്കാൻ പാടില്ല, അവർക്ക് അന്വേഷണം കൊടുക്കാൻ പാടില്ല. കാരണം 210 എന്ന സെക്ഷൻ പ്രകാരമുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. അതായത് രണ്ടാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ SFIOയുടെ സെക്ഷൻ 212 പ്രകാരമുള്ള അന്വേഷണം ആരംഭിക്കണമെങ്കിൽ അതിനു മുമ്പ് അത് ആ അന്വേഷണം ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായ രൂപീകരണം നടക്കണം. അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണം നടന്നിട്ടില്ല. അതുകൊണ്ട് therefore the order suffers from non application of mind. അതാണ് രണ്ടാമത്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ 210 പ്രകാരം കമ്പനീസ് ആക്ടിലെ 210 പ്രകാരമുള്ള അന്വേഷണം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ SFIOയിലെ സെക്ഷൻ 212 എന്ന് പറഞ്ഞ അന്വേഷണം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു വിവരവും പരാതിക്കാരിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അത് സ്വാഭാവിക നീതിയുടെ ഒരു ലംഘനമാണ് എന്നുള്ളത് കൊണ്ടും അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതുമാണ് മൂന്നാമത്തെ ആവശ്യം. ഈ 3 ആവശ്യങ്ങളാണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ചത്. അപ്പോൾ ആ വിഷയത്തിലാണ് ഫെബ്രുവരി 16 ഹൈക്കോടതി ഈ പറഞ്ഞ പോലെ വിശദമായ 46 പേജുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിക്കുന്നത്. ആ വിധിന്യായം നമ്മൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? ഈ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം 2020 തന്നെ കർണാടകത്തിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROC അവർ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. 2020 തന്നെ, അതായത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നും അല്ലാന്ന്. 2020 അതായത് 28/7/2020 കർണാടകത്തിലെ കമ്പനി ഓഫ് രജിസ്ട്രാർ വീണ വിജയന് ആദ്യത്തെ കത്ത് നൽകുന്നത്. ആ കത്തിൻ്റെ മേൽവിലാസം തന്നെ വളരെ പ്രധാനമാണ്. വീണ തായ്ക്കണ്ടിയിൽ പ്രവിക്ക് പാണ്ഡ്യാലമുക്ക് പിണറായി തലശ്ശേരി. അതായത് പിണറായി വിജയൻ്റെ വീടാണ് പാണ്ഡ്യാലമുക്കിലുള്ള വീട് പ്രവിക്ക്, അതിലേക്ക് അങ്ങോട്ടത്തേക്കാണ് ആ കത്തയക്കുന്നത്. ആ കത്തെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആ കത്തിൽ പറയുന്നത് നിങ്ങളുടെ ഓഫീസായി ഇതുമായി ബന്ധപ്പെട്ട ഫോം 10 കാണിച്ചിരിക്കുന്നത് AKG സെൻറ്റർ പാളയം തിരുവനന്തപുരം എന്നാണ്. എന്നാൽ ആ
പിന്നെ അതേസമയം ലെറ്റർ ഡേറ്റഡ് 16/6/2020 വാസ് ഇഷ്യൂ ടു ദ കമ്പനി അറ്റ് ദ രജിസ്റ്റേർഡ് അഡ്രസ് കോളിംഗ് ഫോർ ദി എക്സ്പ്ലനേഷൻ. ഹൗഎവർ ദ ലെറ്റർ അഡ്രസ്ഡ് ടു ദ കമ്പനി റിട്ടേൺഡ് അൺസെർവ്ഡ് വിത്ത് റിമാർക്സ് അൺക്ലെയിംഡ് റിട്ടേൺ ടു സെൻഡർ. അപ്പോൾ നിങ്ങൾ AKG സെൻറ്റർ എന്നാണ് നിങ്ങൾ രജിസ്ട്രേഷൻ അപേക്ഷിക്കുമ്പോൾ അഡ്രസ്സ് കാണിച്ചിരുന്നത്. പക്ഷേ ആ അഡ്രസ്സിലേക്ക് കത്തയച്ചപ്പോൾ അതിന് മറുപടി കിട്ടിയില്ല. അതുകൊണ്ട് രജിസ്ട്രേഡ് ഓഫീസ് നിലനിർത്തിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 12 പ്രകാരം ഞങ്ങൾ നടപടിയെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങളെ വിവരമറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 28/7/2020 അവർക്കെതിരായിട്ടുള്ള ആദ്യത്തെ കത്ത് പോകുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് അവർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് കോവിഡ് ഉണ്ടായിരുന്നതുകൊണ്ടും ഒക്കെ ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ള നിലയിലേക്ക് മാറേണ്ടി വന്നു. അതായത് 2020 മാർച്ചിൽ കോവിഡ് വന്നു, അതിനെ തുടർന്ന് വർക്ക് ഫ്രം ഹോമിലേക്ക് മാറേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് മറുപടി കൊടുത്തു. അതിനെ തുടർന്ന് 19/8/2020 യഥാർത്ഥത്തിൽ ഒരു ഓഫീസ് നിലനിർത്താതിരുന്നത് കൊണ്ട് സെക്ഷൻ 454 പ്രകാരം അഡ്ജുഡിക്കേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ കമ്പനി ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2/9/2020 അവർ അപേക്ഷ സമർപ്പിച്ചു. ആ അപേക്ഷ രജിസ്ട്രാറിന് സമർപ്പിച്ചെങ്കിലും അവർക്ക് ഈ കൃത്യമായിട്ടുള്ള കമ്പനിയുടെ മേൽവിലാസം നിലനിർത്താതിരുന്നതുകൊണ്ട് 1 ലക്ഷം രൂപയുടെ ഫൈൻ അടിച്ചു രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 12, അതായത് കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 12 വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് 1 ലക്ഷം രൂപയുടെ ഫൈൻ അടിക്കാൻ പറഞ്ഞു. അതിന്മേൽ അവർ റീജിയണൽ ഡയറക്ടർക്ക് ഒരു അപ്പീൽ കൊടുത്തതിനെ തുടർന്ന് ആ ഫൈൻ 1,20,000 കുറച്ചു. ഏതാണ്ട് അതേ സമയത്ത്, അതായത് 29/1/2021 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അവർക്ക് കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 206 പ്രകാരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അയച്ചു, ഒരു അന്വേഷണം ആരംഭിച്ചു, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അയച്ചു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് ആനുവൽ റിപ്പോർട്ടുകളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പികൾ, അതുപോലെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും, അത് ബ്രാഞ്ച് ബാങ്കിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ അക്കൗണ്ടുകൾ, എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്ററുകൾ, കോപ്പി ഓഫ് പാർട്ടി വൈസ് ട്രയൽ ബാലൻസ്, ഇതൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കത്തയച്ചു. അതിന് അവർ മറുപടി അയച്ചു. അപ്പോൾ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ 29/1/2021 കത്തിൽ അവർ പറഞ്ഞത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ചില വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വിവരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാലോജിക്ക് കമ്പനിയും CMRലുമായിട്ട് ചില ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് ഇത്രയും വിവരങ്ങൾ തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 29/1/2021 കത്ത് പോകുന്നത്. അതിനുള്ള മറുപടി അവർ കൊടുക്കുന്നു. അതിനെ തുടർന്ന് 1/10/2021 206 എന്ന് പറഞ്ഞ സെക്ഷനിലെ സബ്സെക്ഷൻ 4 പ്രകാരമുള്ള അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കത്ത് പോകുന്നു. 1/10/2021 അത് വളരെ വിശദമായിട്ടുള്ള ഒരു കത്താണ്. ആ കത്തിൽ പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2017, 18, 19, 19, 20 അതിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറയണം. അതിനകത്ത് നിങ്ങൾ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് അൺസെക്യൂർഡ് ലോൺ വാങ്ങിയതായി കാണുന്നു. 15/16 25 ലക്ഷം രൂപ, 16/17 36,36,000 രൂപ, 17/18 10 ലക്ഷം, 18/19 4 ലക്ഷം അങ്ങനെ മേടിച്ചതായി കാണുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും നിങ്ങൾ സമർപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1,30,000 രൂപയുടെ ഡൊണേഷൻ കിട്ടിയതായി കാണുന്നു. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടിയതായി കാണുന്നു. അതുപോലെ തന്നെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസിൽ നിന്ന് 4/5/2017 മുതൽ അതിൻ്റെ കംപ്ലീറ്റ് കണക്കിൽ കൊടുത്തിരിക്കും. 4/5/2017 മുതൽ 3/10/2019 വരെ ഏതാണ്ട് 71 ലക്ഷം രൂപ നിങ്ങൾക്ക് ഈ മാസങ്ങളിലായി CMRൽ നിന്ന് ലഭിച്ചതായി കാണുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തയച്ചത്. അതിനെ തുടർന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവരതിന് ചില മറുപടികൾ കൊടുത്തു. ആ മറുപടികളൊന്നും തൃപ്തികരമല്ല എന്ന് പറഞ്ഞ്
11/8/2023 അല്ല 11/8/2023 അവർ അതിനുള്ള മറുപടി കൊടുത്തു. ആ മറുപടി പരിശോധിച്ചതിന് ശേഷം വ്യക്തിഗതമായി വീണ വിജയനോട് ഹാജരാവാനായിട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെട്ടു. അതിനുശേഷം 11/8/2023 ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പരിശോധിച്ചതിനെ തുടർന്ന് ഒട്ടനവധി ലംഘനങ്ങൾ നടന്നതായി ROC കണ്ടുപിടിച്ചു. ഇപ്പോൾ 2020 തുടങ്ങിയ അന്വേഷണത്തിൽ 2023 ആയപ്പോഴത്തേക്കും പല പല ലംഘനങ്ങൾ നടന്നതായി കണ്ടുപിടിച്ചു. അതെന്താണ്? അതായത് 8 ലംഘനങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. 8 ലംഘനങ്ങൾ നടന്നതായിട്ടാണ് പറയുന്നത്. അതൊന്ന് വയലേഷൻ ഓഫ് റൂൾ 16 ഓഫ് കമ്പനീസ് ആക്ട്, വയലേഷൻ ഓഫ് സെക്ഷൻ 134 റെഡ് വിത്ത് 134(2), വയലേഷൻ ഓഫ് സെക്ഷൻ 129 റെഡ് വിത്ത് ഷെഡ്യൂൾ 3, വയലേഷൻ ഓഫ് സെക്ഷൻ 134 ഓഫ് കമ്പനീസ് ആക്ട്, violation of section 179 of Companies Act, violation of section 129 of Companies Act, violation of section 118 of Companies Act, violation of section 143 of Companies Act. എന്നിട്ട് പറയുന്നത് the allegations of the aforesaid heads of violations are narrated after indicating the transactions between CMRL and the petitioner. അതായത് CMRLും പരാതിക്കാരിയുമായി ഉള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മുകളിൽ പറഞ്ഞ ലംഘനങ്ങൾ നടന്നതായി കണ്ടെത്തി. വെൻ തിങ്സ് സ്റ്റുഡ് ദസ്, അപ്പോൾ ഇതുപോലുള്ള സാഹചര്യത്തിൽ നോട്ടീസിങ് ദാറ്റ് ഇറ്റ് റിക്വയർസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ, ദ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ 210 ഓഫ് ദ ആക്ട് വുഡ് കമൻസ്. ദെയർഫോർ ദ പ്രൊസീഡിങ്സ് അണ്ടർ സെക്ഷൻ 210 ഓഫ് ദി ആക്ട് സംബന്ധിച്ച് അവർ ഓർഡർ കൊടുത്തു. ആ ഓർഡർ 12/1/2024 അതാണ് 210 പ്രകാരമുള്ള അന്വേഷണം എന്ന് പറയുന്നത്. ആ അന്വേഷണവും കൂടി നടക്കുന്നതിനിടയിൽ ആ അന്വേഷണം ശരിക്കും 4 മാസം കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞിട്ടാണ് അന്വേഷണം വന്നത്. 12/1/2023 ആ അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ആരംഭിച്ചതിൻ്റെ ഇടയിൽ ആണ് SFIOയിലെ സെക്ഷൻ 212 പ്രകാരമുള്ള ഒരു അന്വേഷണം നടക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായത്. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് വാസ് ഫൗണ്ട് നെസസറി ടു അസൈൻ ദ ഇൻവെസ്റ്റിഗേഷൻ ടു SFIO അണ്ടർ സെക്ഷൻ 212 ഓഫ് ദ ആക്ട് ഓൺ ദ ബേസിസ് ഓഫ് ആൻ ഇൻ്ററിം റിപ്പോർട്ട്. അതായത് 210 പ്രകാരമുള്ള അന്വേഷണം ROC നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടക്കാല റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോഴാണ് സെക്ഷൻ SFIOയിലെ സെക്ഷൻ 212 പ്രകാരം അന്വേഷണം നടക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടത്. The relevant justification in the statement of objections is that an interim report വന്നു. ആ interim report necessitated as assignment of investigation to SFIO as a submission of the കാരണം ഇത് 135 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അന്വേഷണം SFIOയ്ക്ക് വിടണം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഈ 135 കോടി രൂപയുടെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നുള്ളത് കൊണ്ടും ആ കുറ്റം വളരെ ഗുരുതരമാണ് എന്നുള്ളത് കൊണ്ടുമാണ് SFIOയ്ക്ക് വിടാൻ തീരുമാനിച്ചതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ 31/1/2024 SFIOയുടെ അന്വേഷണം ഏർപ്പാടാക്കുകയും ചെയ്തത്. ഇതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്താ സുഹൃത്തുക്കളെ? പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം 2020 ആരംഭിച്ചതാണ്. അത് കമ്പനീസ് ആക്ടിൻ്റെ 2006 പ്രകാരമുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. കമ്പനി ആക്ടിൽ 2010 പ്രകാരമുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. കമ്പനി ആക്ടിൽ ആദ്യം കമ്പനി ആക്ടിൽ 206 പ്രകാരമുള്ള അന്വേഷണം 2006 206. അതിനുശേഷം കമ്പനീസ് ആക്ടിൽ 210 പ്രകാരമുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. അതിനുശേഷം കമ്പനീസ് ആക്ടിൽ 210A(C) പ്രകാരമുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. ആ അന്വേഷണങ്ങളെല്ലാം നടന്ന് അതിൻ്റെ ഒരു ഇടക്കാല റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴാണ് SFIOയിലെ സെക്ഷൻ 212 പ്രകാരമുള്ള അന്വേഷണം നടക്കേണ്ടതിൻ്റെ ആവശ്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനുവരി 31, 2024 SFIOയുടെ വിപുലമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചത് എന്നാണ് ഇപ്പോൾ ഈ വിധിന്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു സാധാരണഗതിയിലുള്ളൊരു അന്വേഷണമല്ല, വളരെ വിപുലമായിട്ടുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞ ആവശ്യമാണ് വീണ വിജയൻ എവിടെ വെച്ചത്? കർണാടക ഹൈക്കോടതിയിൽ മുന്നിൽ വെച്ചത്.
കർണാടക ഹൈക്കോടതി അത് വിശദമായി പരിഗണിച്ച് ആ ഹർജി നിരുപാധികം തള്ളിക്കളയുകയാണ് ഉണ്ടായതിനെ തുടർന്ന് കർണാടക ഹൈക്കോടതി SFIയോട് അന്വേഷണം തുടരണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രസക്തമായ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അറസ്റ്റ് പാടില്ല എന്നുള്ളതൊന്നും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് ഹർജിക്കാർ പറഞ്ഞതും ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് നമ്മൾ പരിഗണിക്കാൻ പോകും. സുഹൃത്തുക്കളെ, നടക്കാൻ സാധ്യതയുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ചോദ്യം ചെയ്യൽ ഉടനെ നടക്കും. കാരണം ഇനി SFIക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. അവർ ചോദ്യാവലിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കണം. ഒരു പക്ഷേ അവരെ ഉടനടി തന്നെ പിണറായി വിജയൻ്റെ മകളെ ചോദ്യം ചെയ്യും. അത് ഉറപ്പ് ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞ കാര്യം. രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും നടക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം റെയ്ഡ് നടക്കാനുള്ള സാധ്യതയാണ് അടുത്തത്. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, CMRL റെയ്ഡ് കഴിഞ്ഞു, KSIDCയിലും റെയ്ഡ് കഴിഞ്ഞു. വീണ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ വീണ വിജയൻ SFIO ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ രേഖകളും കൊടുത്താൽ റെയ്ഡ് നടക്കാൻ സാധ്യതയില്ല. പക്ഷേ വീണ വിജയന് മുഴുവൻ രേഖകളും കൊടുക്കാൻ കഴിയില്ല. കാരണം ഇത് അനധികൃതമാണ് ഇവർ നടത്തിയിട്ടുള്ള ഇടപാടുകൾ. സ്വാഭാവികമായും ആ രേഖകൾ കൊടുക്കുന്നതിൽ വീണ വിജയൻ പരാജയപ്പെട്ടാൽ റെയ്ഡ് നടക്കാനുള്ള സാധ്യത തള്ളിക്കളയില്ല. അത് നടന്നാൽ അത് നടക്കാനിടയുള്ളത് ക്ലിഫ് ഹൗസിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ക്ലിഫ് ഹൗസിലും പൊതുമരാമത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും. കാരണം ഈ 2 സ്ഥലത്താണ് ഈ വീണ വിജയൻ താമസിക്കുന്നത്. ആ റെയ്ഡ് അത് ചോദ്യം ചെയ്യൽ നടക്കുകയും അതിൽ തൃപ്തി വരാതിരിക്കുകയും റെയ്ഡ് നടക്കുകയും അതിൽ തൃപ്തി വരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ, അത് ഉരുത്തിരിയാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല നമുക്ക്. ഉരുത്തിരിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അറസ്റ്റിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് നിരീക്ഷിക്കാനുള്ളത് എന്നാണ് പറയാനുള്ളത്.